വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടപ്രഥമൻ ശരിയായ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പണ്ട് സദ്യയ്ക്ക് അട വീടുകളിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇത് റെഡിമെയ്ഡ് അടയാണെങ്കിലും സദ്യയിലെ അടപ്രഥമൻ്റെ അതേ രുചിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അട വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള പൊടികളും തേങ്ങാപ്പാലും തയ്യാറാക്കി വെക്കണം. അതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. 5 ഏലയ്ക്ക, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താണിത്. 1 ടീസ്പൂൺ പൊടിച്ച ജീരകമുണ്ട്. ഇത് നല്ല ജീരകം, വറക്കാതെ പച്ചയായിട്ട് പൊടിച്ചതാണ്. ജീരകപ്പൊടി ഇടുമോ എന്ന് ആർക്കും സംശയം വേണ്ട. ഒറിജിനൽ അടപ്രഥമനിൽ ജീരകപ്പൊടി ചേർക്കും. ഇതെല്ലാം ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലിട്ട് മണം പോകാതെ അടച്ചു വെക്കുകയോ ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഇത് 4 കപ്പ് തേങ്ങാപ്പീരയുണ്ട്. ഇത് 1ഉം 2ഉം പാലായിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ആദ്യം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി 1ആം പാൽ എടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് 2ആം പാലും എടുക്കണം. 1.5 കപ്പ് 1ആം പാലും 3 കപ്പ് 2ആം പാലും വേണം. സാധാരണ അടപ്രഥമന് റിബൺ പോലിരിക്കുന്ന വലിയ അടയാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഷോപ്പുകളിലൊന്നും കാണാറില്ല. അത് ഒടിച്ച് എടുത്ത് അത് തിളപ്പിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ അട ഉണ്ടാക്കിയെടുക്കും. ഇതിപ്പം ഇങ്ങനത്തെ ചെറിയ അടയാണ്. ആണെങ്കിലും നന്നായിട്ട് തന്നെ അടപ്രഥമൻ ഉണ്ടാക്കാം. അരിയുടെ അടയാണിത്. അപ്പോൾ ഇത് 200 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനൊരു വലിയ പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലൊക്കെ അട ഇട്ട് കൊടുക്കാം. ഈ അട ഇട്ട ശേഷം കട്ട പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ വേകുന്നിടം വരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അട വേവുമ്പോഴേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനിവിടെ ഞാൻ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം ശർക്കരയാണ് കണക്ക്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഉരുക്കുമ്പോൾ 1 കിലോ ശർക്കര ഉരുക്കണം. അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ളതിൽ അട വേവിച്ചെടുക്കാം. പിന്നെ ഒടുവിലായിട്ട് മധുരം പോരെങ്കിൽ 1ആം പാൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ച് മധുരം കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 400 ഗ്രാമാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് അരിച്ചെടുക്കണം. ശർക്കര വാങ്ങുമ്പോൾ ഉപ്പില്ലാത്ത ശർക്കര നോക്കി നല്ല കറുത്ത കളറിലുള്ളത് വാങ്ങണമെങ്കിൽ പായസത്തിന് നല്ല കളർ ഉണ്ടാവുള്ളൂ. അട വെന്ത ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കണം. ഇനി ഇതിൻ്റെ പശ കളയാനായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ശർക്കര നന്നായിട്ട് വറ്റി അടയിലെല്ലാം നന്നായിട്ട് പിടിക്കണം. ഉരുളിയിലാണ് സാധാരണ അടപ്രഥമൻ ഉണ്ടാക്കാറ്. ഉരുളി ഇല്ലെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമോ എടുക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിക്ക് പിടിക്കില്ല. നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിക്ക് പിടിക്കാതെ. ഈ അട നന്നായിട്ട് വേവണമെന്ന് പറയാൻ കാരണം ശർക്കരയിൽ അടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ അട വേവില്ല. അതുകൊണ്ട് ശർക്കരയിൽ ഇടുന്നതിന് മുമ്പായിട്ട് ആദ്യം നന്നായിട്ട് അട വേവിക്കണം. ചില ശർക്കര തിളപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ വരും. അതൊക്കെ എടുത്ത് മാറ്റി അരിച്ച് വേണം എടുക്കാൻ. ഈ അടയിൽ ഈ ശർക്കരയെല്ലാം പിടിക്കണം. അതിനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുറുക്കിയെടുക്കണം. അട ശർക്കരയിൽ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ അട വരട്ടുന്നതിനിടയ്ക്ക് ഓരോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് 3 കപ്പ് രണ്ടാം പാലുണ്ട്. ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് പിളർന്നെടുത്തിരിക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കണം. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഇടുന്ന മാതിരി ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. 1 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്, കറുത്ത എള്ള്. 1 വലിയ സ്പൂൺ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിലെടുക്കാം. ഞാനിപ്പോൾ ഈ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. കുറച്ച് നെയ്യ് ചൂടാക്കണം. അതിലേക്ക് നമുക്ക് ആദ്യം കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കളർ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതിലേക്ക് ഇനി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകണം. തേങ്ങാക്കൊത്തിന് തേങ്ങ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ തേങ്ങ അല്ലെങ്കിൽ കൊപ്ര തേങ്ങ ആയിരിക്കണം. വിളയാത്ത തേങ്ങ എടുക്കരുത്, അത് നന്നായിരിക്കില്ല. ഇതും പാകമായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഈ നെയ്യോട് കൂടി വേണം പായസത്തിലേക്ക് ഒഴിക്കാൻ. ഞാനിപ്പോൾ ഈ എള്ള് കരിയാതിരിക്കാൻ ഇങ്ങോട്ട് കോരി മാറ്റി വെക്കുവാണ്. പണ്ടൊക്കെ ഈ പായസത്തിൽ ഒരു സാധനം കൂടെ ചേർക്കാറുണ്ട്. അത് നമ്മൾ ഈ അട വേവിച്ച മാതിരി തന്നെ ചൗരി വേവിച്ചെടുക്കും. എന്നിട്ട് അത് ഒരു 2 സ്പൂണോളം ഈ ശർക്കരയിലിട്ട് അട വഴട്ടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് വഴട്ടും. അത് കാണാൻ നല്ല ഭംഗിയാണ്, മുത്തുപോലെ കിടക്കും. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിക്കണം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. 1-ാം പാൽ ഒഴിച്ച ശേഷം പായസം തിളപ്പിക്കരുത്. പാലൊന്ന് ചൂടായാൽ മതി. തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ വാങ്ങണം. ഇനി നമുക്കിതിലേക്ക് പൊടികളും വറുത്ത് വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളും അണ്ടിപ്പരിപ്പും പായസം ഇറക്കി വെച്ച ശേഷം ഇട്ടാലും മതി. കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ചേർത്ത പൊടികളുടെ എല്ലാം ഫ്ലേവർ പായസത്തിലേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറച്ചൊന്ന് അടച്ചു വെക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് ലൂസായിട്ട് വാങ്ങുന്നതാണ് നല്ലത്. കാരണം ഇരുന്നാൽ കുറച്ച് കുറുകും. അഥവാ കുറുകിയാലും കുഴപ്പമില്ല. കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവും പാലും കുറച്ച് ഒഴിച്ചിട്ട് അത് ലൂസാക്കിയാൽ മതി. ലാസ്റ്റിലായിട്ട് നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കണം. ഏത് മധുരമുള്ള സാധനത്തിന് 1 നുള്ളു ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അടപ്രഥമൻ റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പഴയ രീതിയിൽ ഒറിജിനൽ അടപ്രഥമൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.